നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ ഒന്നിച്ചു കാണാൻ അവളോട് ആഗ്രഹിച്ച മറ്റൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷെ ഇത്രയും നാൾ ഞാൻ അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുമായിരുന്നില്ല. അമ്മൂന് മാത്രമല്ല, സഞ്ജുവിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയാതെ പോയില്ല. ഇത്രത്തോളം ആത്മാർത്ഥമായി സഞ്ജു എന്നെ സ്നേഹിക്കുവാണെന്ന് ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു. എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രം പറയരുത്. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് മുന്നോട്ട് പോവാനാവില്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. നിനക്കറിയാലോ സ്വാതി, എത്രയോ പ്രാവശ്യം നിന്നെ കാണാൻ ഞാനിവിടെ വന്നിരുന്നു. എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അമ്മുവ എനിക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത്. വരുമ്പോഴൊക്കെ ദൂരം മാറി നിന്നും കിളിവാതിലൂടെയൊക്കെ നിന്നെ ഞാൻ കണ്ടിട്ട് മടങ്ങിയിരുന്ന. ഒരിക്കൽ ഈ ചികിത്സാ മുറിക്കകത്ത് വെച്ച് നിന്നെ ഞാൻ സ്പർശിച്ചപ്പോ എന്റെ സാമീപ്യം നീയെ തിരിച്ചറിഞ്ഞ പോലെ അറിയാതെ സഞ്ജു എന്റെ പേര് നീ പറയൂണ്ടേ. ആ നിമിഷം എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ സഞ്ജു ഉണ്ടെന്ന്. പക്ഷെ നീ എന്നെ തകർത്ത് കളഞ്ഞ അനുഭവം എനിക്കുണ്ടായി. സ്വതി, നീ പറഞ്ഞാൽ എന്നെ നിന്റെ കൺമുമ്പിൽ കൊണ്ടുവരാൻ അമ്മ പറഞ്ഞ നിമിഷം നിന്നിൽ നിന്നും ആ വാക്ക് കേൾക്കാൻ കൊതിച്ച് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കേട്ട ഉടനെ നിന്റെ മുന്നിൽ വന്ന് നിന്നെ ചേർത്ത് പിടിക്കാൻ മനസ്സ് സന്നദ്ധമാക്കി ഞാൻ കാത്തുനിന്നു. പക്ഷെ സംഭവിച്ചത് സഞ്ജനിക്ക് മാത്രമുള്ളതാണെന്ന് നീ പറഞ്ഞു വെച്ചു. എന്റെ സാന്നിധ്യം ഉണ്ടായാൽ എല്ലാം അവസാനിക്കുമെന്ന്. ഇതുപോലെ തകർന്നു പോയ മറ്റൊരവസരം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സഞ്ജു, നമുക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി അമ്മ അഖണ്ഡ ജ്യോതി എടുത്ത സമയത്തും ഞാനിവിടെ ഉണ്ടായിരുന്നു സ്വാതി. ഞാനും അവളോടൊപ്പം ശിവക്കാട് കയറി. മതി സഞ്ജു, എനിക്കെല്ലാം മനസ്സിലായി. ഹോസ്പിറ്റലിൽ വെച്ച് ഗോവിന്ദ് എന്നോട് എല്ലാം പറഞ്ഞു. അതുവരെ തുറക്കാതിരുന്ന എന്റെ കണ്ണ് ഗോവിന്ദ തുറപ്പിച്ചത്. അമ്മൂനെ സഞ്ജുവിനെ മനസ്സിലാക്കാൻ വൈകിയിരുന്നെങ്കിൽ ഞാൻ എത്ര വലിയ പാപിയായി മാറിയേനെ. സഞ്ജുവിനോ അമ്മൂനോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ സ്വാതി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ സഞ്ജുവിന്? ഹരിത്, ആ വാക്കുകൾ പോലും എനിക്ക് താങ്ങാൻ കഴിയില്ല. ഡോക്ടറെ, എന്താ ജോലിക്ക് മതിയാക്കിയോ? ഇന്നത്തേത് കഴിഞ്ഞു. ഇനി ആവശ്യം തോന്നുമ്പോ ഈ സസ്യങ്ങളൊക്കെ എന്നെ വിളിച്ചോളൂ. ഓഹോ, അപ്പൊ സസ്യങ്ങളുടെ ഭാഷയും വശമുണ്ടല്ലേ ഡോക്ടർക്ക്? ഇതിന് പ്രത്യേക കഴിവൊന്നും വേണ്ട. ഒന്ന് അടുത്തിടപഴകി ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഡോക്ടർ സകലകലാ വല്ലഭം തന്നെ. എത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നേ. എന്റെ ചേച്ചിയുടെ കാര്യത്തിൽ എത്ര വലിയൊരു ദുരന്തമാണ് ഡോക്ടർ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയത്. ചില സമയത്ത് ഡോക്ടറുടെ വാക്കുകൾക്ക് അപാരമായ മാന്ത്രിക ശക്തിയുണ്ട്.
ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലാണാവോ മതിയാവുക. ലച്ചു കാര്യം എന്താണെന്ന് തെളിച്ചു പറഞ്ഞ ഈയുള്ളവനെ മനസ്സിലാക്കായിരുന്നു. മാന്ത്രിക ശക്തിയും നന്ദി പറച്ചിലും ഒക്കെ കൊണ്ട് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാൻ ഞാൻ. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഖദർ മണ്ഡപത്തിലേക്ക് ചേച്ചി വരാൻ തയ്യാറായത് ഡോക്ടർ കാരണമാണ്. തക്ക സമയത്ത് ഡോക്ടർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടത്. ഈയൊരു ആവശ്യമായി ചേച്ചിയുടെ മുന്നിൽ എത്ര തവണ ഞാൻ പരിശ്രമിച്ചതാ, പക്ഷെ പരാജയമായിരുന്നു. തന്റെ മനസ്സും ജീവിതവും തുറന്നു കാണിച്ചല്ലേ അദ്ദേഹം ചേച്ചിയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. എന്നിട്ടും ചേച്ചിയിൽ നിന്നും അനുകൂലമായൊരു നിലപാടുണ്ടായോ? ഇല്ല. പക്ഷേ അവസാനം നിങ്ങളുടെ ശ്രമം കൊണ്ടാണ് ചേച്ചിക്ക് മനംമാറ്റം ഉണ്ടായത്, ഖദർ മണ്ഡപത്തിലേക്ക് വരാൻ തയ്യാറായതും. അതെന്റെ വലിയ കഴിവായൊന്നും കാണണ്ട. ഞാൻ വെറും ഒരു നിമിത്തം മാത്രം. പരസ്പരം സ്നേഹിക്കുന്നവരെ വേർപെടുത്താൻ ആരാ ആഗ്രഹിക്കുക? സ്വാതിയുടെ ഉള്ളിന്റെ ഉള്ളിൽ സഞ്ജു ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായത്. പക്ഷേ ചേച്ചിയിൽ നിന്നും അവസാന നാള് വരെ അങ്ങനൊരു പ്രതികരണം ഉണ്ടായില്ലല്ലോ. അപ്പോഴും സഞ്ജനയ്ക്ക് വേണ്ടിയായിരുന്നു ചേച്ചി വാദിച്ചിരുന്നത്. അത് സ്വാതിക്ക് സഞ്ജുവിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നല്ല. ഒന്നുമല്ലെങ്കിലും ഒരുപാട് വർഷം അവർ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നവരല്ലേ, പരസ്പരം കൂടുതൽ മനസ്സിലാക്കിയവരും. അങ്ങനെയുള്ളവർക്ക് അത്ര പെട്ടെന്നെല്ലാം മറക്കാൻ കഴിയോ? മനസ്സ് നിറയെ സഞ്ജുവിനോട് സ്നേഹമുണ്ടായിരുന്ന സ്വാതി അത് മറച്ചുവെച്ച് നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. ഡോക്ടർ, അത് സ്വാതിയെ സഞ്ജുവിനൊരു ബാധ്യതയാകുന്നുള്ള തോന്നലാകും അവളെ കൊണ്ട് ഇതിനെ പ്രേരിപ്പിച്ചത്. ബാധ്യതയോ? അതേ ലച്ചു, വൈകല്യത്തോടെ തന്നെ സഞ്ജു സ്വാതി ഉൾക്കൊള്ളും. ഒരുപക്ഷെ കഴിഞ്ഞതിലും മേലെ സ്നേഹിക്കും. ചെറിയൊരു വേദന പോലും സ്വാതിക്ക് കൊടുക്കില്ല. സ്വാതിയുടെ വേദന സ്വന്തം വേദനയായിട്ട് ഏറ്റെടുക്കും. പക്ഷേ മറ്റുള്ളവർ സഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ബാധ്യതയായിട്ട് മാത്രമേ സ്വാതിയെ കാണുകയുള്ളൂ എന്ന് അവൾ ഭയപ്പെട്ടിരിക്കാം. ആർക്കും ബാധ്യതയായി തീരാൻ സ്വാതി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലല്ലോ. ശരിയാണ്. അത് തന്നെയാണ് അവസാന നിമിഷം വരെ ചേച്ചിയെ പിന്തിരിഞ്ഞിരിക്കാൻ പ്രേരിപ്പിച്ചത്. അവസാനം സ്വാതി ഖദർ മണ്ഡപത്തിലേക്ക് വരാൻ തയ്യാറായതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ കാരണമാണ് എന്റെ മുന്നില് നിൽക്കുന്ന ഈ ആള്. സ്വന്തം ചേച്ചിക്ക് വേണ്ടി, ചേച്ചി സഞ്ജുവുമായി ഒന്നിക്കാൻ വേണ്ടി ലച്ചു ചെയ്ത പ്രവൃത്തികളാണ് ഞാൻ കൂടുതലും എണ്ണി പറഞ്ഞത്. താൻ മൂലം തന്നെ ജീവനായി കാണുന്ന അനുജത്തിക്ക് ഒരപകടവും സംഭവിക്കരുതെന്ന് സ്വാതി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. എത്രയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും 10 മടങ്ങ് ശക്തിയോടെ സഞ്ജു സ്വാതിയുടെ മനസ്സിലേക്ക് അലിഞ്ഞിറങ്ങുമായിരുന്നു. ഉള്ളുകൊണ്ട് സഞ്ജുവിനെ സങ്കടപ്പെടുത്താനും സ്വാതി ഒരുക്കമല്ലായിരുന്നു. ആ നിമിഷം സ്വാതിയെ നടന്നതും നടക്കേണ്ടതുമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ എന്നെ ദൈവമായിട്ട് നിയോഗിച്ചതാണെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. അല്ലാതെ നന്ദി പറയേണ്ടതായിട്ട് ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പ്രണയം മനസ്സിലുള്ളവർക്ക് ഇതൊക്കെ എളുപ്പത്തിൽ തിരിച്ചറിയാനാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.